പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ, പുതിയ LDC റാങ്ക് ലിസ്റ്റൊക്കെ വന്നെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഉൾപ്പെട്ടവരൊക്കെ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ എല്ലാവർക്കും എൻ്റെ ഒരു അഭിനന്ദനം അറിയിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് മുമ്പത്തെ LDCയുടെ നമ്മുടെ നിയമന നില, ഇതുവരെ എത്ര നിയമനങ്ങൾ നടന്നു എന്നതിൻ്റെ ഒരു ലിസ്റ്റാണ് അപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇതൊരു ഫൈനൽ ലിസ്റ്റല്ല, ഇതിന് ശേഷവും അവസാനം കുറച്ചും കൂടി വന്നിട്ടുണ്ട്. അതിൽ നിന്നും കൂടിയാണ് നമുക്ക് ഫൈനലൈസിങ് ആയിട്ടുള്ളൂ. ഏകദേശം 12,000 അടുത്തോളം ഏകദേശം വരും എന്നാണ് കണക്കൂട്ടുന്നത്. അപ്പോൾ ഈ ഓഗസ്റ്റ് വരെയുള്ള ഇതിൻ്റെ ഒരു കണക്കാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ നിയമനം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയാണ്. എല്ലാത്തിലും അങ്ങനെ തന്നെയാണ് നമ്മൾ കാണാറുള്ളത്. തിരുവനന്തപുരം ജില്ലയിൽ 1259 നിയമനങ്ങളും, അതേപോലെ ഏറ്റവും കുറവ് വയനാട് ജില്ല 382 നിയമനങ്ങളാണ്. പിന്നെ രണ്ടാം സ്ഥാനം ആയിട്ട് വരുന്നത് എറണാകുളം ജില്ലയാണ്. തിരുവനന്തപുരത്തിന് തൊട്ട് താഴെ തന്നെ 1198 നിയമനങ്ങളായിട്ട് രണ്ടാം സ്ഥാനത്തുണ്ട്. മൂന്നാം സ്ഥാനത്ത് വരുന്നത് മലപ്പുറം ജില്ലയാണ്, 1065. അങ്ങനെ ഈ 3 ജില്ലകളാണ് 1000-ന് മുകളിൽ നിയമന ശുപാർശകളുമായിട്ട് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നാലാം സ്ഥാനത്ത് വരുന്നത് തൃശ്ശൂരാണ്. അതും 1023 ഉണ്ട്. 4 ജില്ലകളുണ്ട് 1000-ന് മുകളിൽ കടന്നത്. തിരുവനന്തപുരം, അതുപോലെ എറണാകുളം, മലപ്പുറം, തൃശ്ശൂർ, ഈ 4 ജില്ലകളാണ് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 5-ാം സ്ഥാനത്ത് വരുന്നത് കണ്ണൂർ ജില്ലയാണ്, 942. 6-ാം സ്ഥാനത്ത് വരുന്നത് പാലക്കാട്, 923. അതിന് തൊട്ട് പിറകിൽ തന്നെ കോഴിക്കോട് 907. പിന്നെ കൊല്ലം 823, കോട്ടയം 770. 10-ാം സ്ഥാനത്ത് ആലപ്പുഴ 738. 11-ാം സ്ഥാനം വരുന്നത് പത്തനംതിട്ട, 613 നിയമനങ്ങളാണ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 12-ാം സ്ഥാനം വരുന്നത് നമ്മുടെ ഇടുക്കി ജില്ലയാണ്, 570 ഇടുക്കി. 13-ാം സ്ഥാനമാണ് കാസർഗോഡ്, 396. അവസാനം വയനാട് ജില്ലയാണ്, 382 നിയമനങ്ങളാണ്. ഏകദേശം കാസർഗോഡും വയനാടും പൊതുവെ താരതമ്യേന നിയമനങ്ങളൊക്കെ ഇതിലും കുറവാണ്. അതേ രീതിയിൽ തന്നെയാണ് LDയും വന്നിട്ടുള്ളത്, 396 കാസർഗോഡും, വയനാട് 382. അങ്ങനെ ടോട്ടൽ 11,609 നിയമനങ്ങളാണ് ഓഗസ്റ്റിന് മുമ്പ് വരെയുള്ളത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഓഗസ്റ്റ് മാസം ആണ് ഇതിൻ്റെ ലാസ്റ്റ് കാലാവധി പൂർത്തിയാവുന്നത്. അപ്പോൾ അവർ കുറച്ചും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 12,000 എന്നുള്ള ഒരു രീതിയിലേക്ക് ഇതിൻ്റെ ടോട്ടൽ അഡ്വൈസുകൾ നമ്മളെ മുമ്പത്തെ LDൻ്റെ നിയമന ശുപാർശകളാണ് ഉണ്ടാവുക. അപ്പോൾ അടുത്ത മാസമായിരിക്കും ഇതിൻ്റെ ഫൈനൽ എത്രയാണുള്ളത്. ഇപ്പോൾ പുതിയ റാങ്ക് ലിസ്റ്റെല്ലാം വന്നിട്ടുണ്ട്. 20,589 പേർ ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. പുതിയ PSC എല്ലാം പഠിക്കുന്നവരൊക്കെ നല്ല രീതിയിൽ പഠിച്ച് എത്രയും പെട്ടെന്ന് ഉദ്യോഗാർത്ഥികൾ എത്രയും നല്ല രീതിയിൽ പഠിച്ച് ഉദ്യോഗങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാം. ഓക്കെ.